ക്ലാസ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു തെറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് ഞാൻ ഇതേപോലത്തെ മിസ്റ്റേക്ക് വരുത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മിക്കവാറും റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു വർഷം അവസാനിക്കാറാവുമ്പോഴായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ക്രിസ്മസ് എക്സാമിനായിക്കോട്ടെ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനൊക്കെ കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുള്ള മക്കളുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നമുക്ക് ഈ ലേറ്റ് ആയിട്ടുള്ള റിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ A+ എന്ന് പറയുന്ന സ്വപ്നത്തിന് ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്. ഈ മാറിയ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ബയോളജിയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ചധികം കണ്ടൻറ് ഉണ്ട് ചാപ്റ്റേഴ്സിൽ. കാരണം മാറുന്നതിന് മുൻപ് 2 ചാപ്റ്റേഴ്സ് ആയിരുന്നത് ഇപ്പോൾ മാറിയതിന് ശേഷം അത് 2ഉം കൂടെ ഒന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 ചാപ്റ്റേഴ്സാണ് നിങ്ങളൊരൊറ്റ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ കണ്ടൻറ് അത്യാവശ്യം വലുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സ്, ആ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ആ സിറ്റുവേഷൻ അത്ര നല്ലൊരു ഫീലിംഗ് ആയിരിക്കില്ല. പിന്നീട് നിങ്ങൾ 10ാം ക്ലാസ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അടിപൊളിയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നില്ല. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾ ഫുൾ A+ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പം പലരും പറയാറുണ്ട് അയ്യോ കണ്ടൻറ്റ് മാറിയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, പാറ്റേൺ മാറിയിട്ടുണ്ട്, നമുക്ക് പറ്റില്ല. പക്ഷേ അങ്ങനെ ഒന്നുമല്ല സംഭവം. നിങ്ങളെല്ലാവരെ കൊണ്ടും തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾ സിൻസിയറായിട്ട് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട്, നമ്മൾ പറയില്ലേ ഒരു പൂ പറിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഫുൾ A+ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കണം. കാരണം കുറേ മക്കൾ പറയുന്നൊരു കാര്യവും അവർ വരുത്തുന്നൊരു മിസ്റ്റേക്കുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫാവുന്നു. എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ടഫാവുന്നത്? നമ്മൾ കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് അല്ലേ? ചില ആൾക്കാർ പറയാറുണ്ട് നമുക്ക് ചോദ്യം നമ്മളെല്ലാം പഠിച്ചു പോയി, പ്രത്യേകിച്ച് നമ്മൾ ലാസ്റ്റ് മിനിറ്റിലുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസത്തെ ലൈവ് ക്ലാസ് മാരത്തൺ ക്ലാസ് കണ്ടിട്ട് എല്ലാം പഠിച്ചു പോയി. പക്ഷേ എക്സാം ഹോളിലെത്തിയപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. കാരണം എന്താണ്? അവിടെ റിവിഷൻ എന്ന് പറയുന്ന ആ ഒരു കീ പോയിന്റ് മിസ്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റണം. പ്രത്യേകിച്ച് എക്സാമിൻ്റെ ലാസ്റ്റ് ടൈമിലൊക്കെ നമ്മൾ റിവിഷനാണ് ചെയ്യേണ്ടത്, സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പം നമ്മളത് പഠിച്ച് നല്ലപോലെ റിവൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ എത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വരിക. ഓക്കെ, പല മക്കൾക്കും അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകും. ലാസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്യുമ്പോഴേക്കും അപ്പോൾ പറയും അയ്യോ പറഞ്ഞതൊന്നും വന്നില്ല. മക്കൾ ഇപ്പോഴത്തെ മാറിയ പാറ്റേൺ അനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് ചെയ്യില്ല. അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ പാറ്റേൺ മാറിയിട്ടുള്ളത് മിസ് പറഞ്ഞു, ആ മാറിയ പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് നിങ്ങൾ ലെറ്റേഴ്സസ് ഒക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് എന്തായാലും ചോദിക്കില്ലല്ലോ, പിന്നെ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അത് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്തുണ്ടാവും നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ബാച്ചാണുള്ളത്. ഒന്ന് നമ്മുടെ ബേസിക് ബാച്ചും പിന്നെ നമ്മുടെ പ്ലസ് ബാച്ചും. അപ്പോൾ ബേസിക് ബാച്ചിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുക. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് ക്ലാസ് ഉണ്ടാവും, PDF നോട്ട് ഉണ്ടാവും, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ഉണ്ടാകും, ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. പ്ലസ് ബാച്ചിലാവുമ്പം പ്ലസ് അഡീഷണൽ ആണല്ലേ, ഈ കാര്യങ്ങളുടെ കൂടെ തന്നെ ഈ 3 കാര്യങ്ങൾ, അതായത് നമ്മുടെ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് കിട്ടുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ ബാങ്ക് കിട്ടുന്നുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എക്സാമിൻ്റെ ടൈമിൽ നമ്മളൊരു റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അല്ലേ, ആ റിവിഷൻ ബാച്ചും പ്ലസ് ബാച്ചിൽ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഏതിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ടാകും, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ടാവും. അതായത് തൊട്ട് മുന്നേ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കണ്ടൻറ്റ് കുറച്ച് അധികമാണ്. മിസ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അവിടെ ജെനറ്റിക്സും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ DNA ആ ഒരു കാര്യങ്ങളുണ്ട്. അത് കുറച്ച് സിമ്പിൾ ചാപ്റ്റർ, ഒരു കുഞ്ഞു ചാപ്റ്റർ. പക്ഷേ 2ാമത്തെ ചാപ്റ്ററിൽ എവല്യൂഷനും ഉണ്ട്, അതേപോലെ തന്നെ നെർവസ് സിസ്റ്റം ഉണ്ട്. 3ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ എൻറ്റയർ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പഠിക്കാനുള്ളൊരു വലിയ ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗ്ലാൻസിൻ്റെയാണ്. 5ാമത്തെ ചാപ്റ്ററിൽ ഡിസീസസും ഉണ്ട്, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയുടെ സെക്ഷനും ഉണ്ട്. 6ാമത്തെ ചാപ്റ്റർ കുറച്ച് കുഞ്ഞു ചാപ്റ്ററാണ് നമ്മുടെ ബയോളജി ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇതിലൊരു 3-4 ചാപ്റ്റേഴ്സ് അത്യാവശ്യം വലുതാണ്, 2 ചാപ്റ്റേഴ്സാണ് കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ ഓരോ ടോപ്പിക്സും സെപ്പറേറ്റ് ലേണിംഗ് വീഡിയോസ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഒട്ടും സമയമില്ല, ആകെ ഒരു 1 hour നിങ്ങളുടെ ദിവസത്തിൽ ബാക്കി
ഉള്ളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓരോ ടോപ്പിക്സും കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1 hour കൊണ്ട് പോലും നിങ്ങൾക്കൊരു 3 ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു എൻറ്റയർ ഒരു 2-3 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാതെ ആകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അതിവിടെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കംപ്ലീഷനോട് കൂടിയിട്ട് ഓരോ ടോപ്പിക്ക് കടന്നു പോകാൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ഇതൊരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, പഠിച്ചെടുക്കാം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ആ പഠിച്ചെടുത്ത ആ ക്ലാസ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് എന്നാൽ അടുത്ത ടോപ്പിക് കൂടെ കാണാം, അതൊരു 10 മിനിറ്റ് അല്ലേ. അങ്ങനെ 10-12 അല്ലെങ്കിൽ മാക്സിമം ഒരു 20 മിനിറ്റിൻ്റെയൊക്കെ വീഡിയോസ് ആയിരിക്കും നമ്മുടെ ഇങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ടുണ്ടാവാം. അതിൻ്റെ തന്നെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും കംപ്ലീറ്റ് ആയിട്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അവിടെ ആയിട്ട് ചോദിക്കാറുണ്ട്. ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ടാവും. ലെറ്റസ് കവർ ചെയ്യുന്നുണ്ടാവും. അത് മാത്രമല്ല, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അതുകൂടാതെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റും എക്സാംസും ഉണ്ടാവുന്നതായിരിക്കും. ഈ ഫുൾ ബുക്ക് സെറ്റും അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കൊക്കെ പ്ലസ് ബാച്ചിലാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബുക്ക് സെറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് മാപ്പ്, ഷോർട്ട് നോട്ട്, യൂണിറ്റ് ടെസ്റ്റ്, ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്, ന്യൂ പാറ്റേൺ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ലെറ്റസ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ബാച്ചിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം. ബേസിക് ബാച്ചിൽ മിസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലസ് ബാച്ചിലാണെങ്കിൽ ഈ കാര്യങ്ങളുടെ കൂടെ ഈ 3 കാര്യങ്ങൾ അഡീഷണൽ ഉണ്ടാവും. അപ്പോൾ ബേസിക് ബാച്ചിനാണെങ്കിൽ 4499 ആണ് ഫീ. ആൻഡ് പ്ലസ് ബാച്ചിനാണെങ്കിൽ പ്ലസ് ഒരു 500 rupees കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് പഠിക്കാൻ എൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. മിസ് എന്തിനാണ് വേഗം തന്നെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തു, പക്ഷേ നമ്മൾ നിങ്ങൾക്ക് ഇത്രയും ദിവസം ഒരു കുഞ്ഞ് വെക്കേഷൻ പോലെ തന്നായിരുന്നു. April 17 മുതൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഇനി നിങ്ങൾ ലേറ്റ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകൾ പെൻഡിങ് വരും. അപ്പോൾ പ്രോപ്പർ ടൈം ടേബിളോട് കൂടി തന്നെ കറക്റ്റായിട്ട് നമുക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.